സൗമ്യ കേസിൽ നിർണായക വാദം നാളെ സുപ്രീം കോടതിയിൽ നടക്കും. ഗോവിന്ദചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയതിനെതിരെ സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജിയിൽ അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി ഹാജരാകും. ജസ്റ്റിസുമാരായ രഞ്ജൻ ഗൊഗോയ്, പ്രഫുല്ല സിപ്പാന്ത്, യു ലളിത് എന്നിവരടങ്ങിയ ബെഞ്ച് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് സൗമ്യ കേസിൽ നിർണായക വാദം കേൾക്കലിലേക്ക് കടക്കും. ഗോവിന്ദചാമിയെ കൊലക്കുറ്റത്തിൽ നിന്നൊഴിവാക്കിയ വിധിന്യായത്തിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജിയിൽ ഇത് 2ാം ദിവസമാണ് വാദം നടക്കുന്നത്. സംസ്ഥാന സർക്കാരിനു വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി ഹാജരാകും. സൗമ്യയുടെ അമ്മ സുമതി ഗണേഷിനു വേണ്ടി മുതിർന്ന ക്രിമിനൽ അഭിഭാഷകൻ അശോക് ലൂതറയും വാദിക്കും. തൃശൂരിൽ നടന്ന വിചാരണയ്ക്കിടയിലും പിന്നീട് ഹൈക്കോടതിയിലും പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന എസ് സുരേഷൻ നടത്തിയ പ്രോസിക്യൂഷൻ വാദങ്ങളാണ് ഇപ്പോൾ സൗമ്യ കേസിൽ ഗോവിന്ദചാമിക്ക് അനുകൂലമായി സംശയങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. സൗമ്യ ചാടി രക്ഷപ്പെട്ടെന്ന സാക്ഷിമൊഴി പ്രോസിക്യൂഷൻ വിചാരണയ്ക്കിടയിൽ അംഗീകരിച്ചത് സുപ്രീം കോടതി കഴിഞ്ഞ തവണ ചൂണ്ടിക്കാട്ടി. ഇതുപ്രകാരമാണെങ്കിൽ സൗമ്യയെ ഗോവിന്ദചാമി തള്ളിയിട്ടു എന്ന് സംശയാതീതമായി ഉറപ്പിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യത്തിൽ കോടതിയുടെ സംശയം തീർക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രമം. തള്ളിയിട്ടതാണെങ്കിലും സ്വയം ചാടിയതാണെങ്കിലും ഗോവിന്ദചാമിയാണ് കാരണക്കാരെന്നാണ് സർക്കാർ നിലപാട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പൂർണ്ണമായോ ഭാഗികമായോ കുത്തിവയ്പെടുക്കാത്ത 34,892 കുട്ടികൾ മലപ്പുറം ജില്ലയിൽ ഇനിയുമുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. എന്നാൽ ഡിഫ്തീരിയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ മാസം 31-നകം കുത്തിവയ്പെടുക്കാൻ പൂർത്തിയാക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശിച്ചു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മലപ്പുറം ജില്ലയിൽ വ്യാപകമായി ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനായിരുന്നു തീരുമാനം. മുഴുവൻ കുട്ടികൾക്കും കുത്തിവെപ്പ് നൽകാനുള്ള തീവ്രയജ്ഞ പരിപാടികൾ ഇതോടെ തുടങ്ങി. സെപ്റ്റംബറിൽ 3728 കുട്ടികൾക്ക് കുത്തിവെപ്പ് നൽകി. ഇതിൽ 548 പേർ തീരെ കുത്തിവെപ്പെടുക്കാത്തവരായിരുന്നു. തീരെ കുത്തിവെപ്പെടുക്കാത്ത 5210 കുട്ടികളാണ് ആഗസ്റ്റ് അവസാനം ജില്ലയിലുണ്ടായിരുന്നത്. 33,440 പേർ ഭാഗികമായി കുത്തിവെപ്പെടുക്കാത്തവരും. ഇതിൽ ഇനി ആകെ അവശേഷിക്കുന്നത് 34,892 കുട്ടികൾ മാത്രമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. ഒക്ടോബർ 31-നകം ഇതുകൂടി പൂർത്തീകരിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിലെ ഡിഫ്തീരിയ പ്രതിരോധ പ്രവർത്തനങ്ങളും ഇതോടെ പൂർത്തിയാകും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. അംഗീകൃത റോഡോ നടപ്പാതയോ പോലുമില്ലാതെ വനത്തിനും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിക്കുമിടയിൽ കുടുങ്ങിയിരിക്കുകയാണ് കാസർഗോഡ് പഞ്ചിക്കലിലെ പട്ടികജാതി കോളനി നിവാസികൾ. പട്ടയം, കുടിവെള്ളം, ശ്മശാനം എന്നിവ ഉൾപ്പെടെ ചക്ലിയ വിഭാഗത്തിൽപ്പെട്ട കോളനി നിവാസികളുടെ പ്രശ്നങ്ങൾ നിരവധിയാണ്. കാസർഗോഡ് ജാൾസൂർ അന്തർ സംസ്ഥാന പാതയിലെ കർണാടക അതിർത്തിയിൽ അവസാന ജനവാസ കേന്ദ്രമാണ് പഞ്ചിക്കലിലെ ചക്ലിയ SC കോളനി. 12ഓളം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ഇവരിൽ പലരുടെയും കൈവശ ഭൂമിക്ക് ഇനിയും പട്ടയം ലഭിച്ചിട്ടില്ല. 8 പതിറ്റാണ്ടായി ഈ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു. കോളനിയിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെയുള്ള അന്തർ സംസ്ഥാന പാതയിൽ എത്തിച്ചേരുന്നതിന് റോഡില്ല. രോഗികളെ ചുമന്നുകൊണ്ട് റോഡിൽ എത്തിക്കുന്നതിനിടയിൽ 4 വർഷത്തിനുള്ളിൽ 8 പേർ മരിച്ചതായി കോളനി നിവാസികൾ പറഞ്ഞു. അടിയന്തരമായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ഒരു റോഡ് വേണം. സുഖമില്ല എന്ന് പറഞ്ഞാൽ 300-350 മീറ്ററോളം നമ്മൾ പുറത്തിട്ട് തന്നെ റോഡിലേക്ക് എത്തണം. അതിനിടയിൽ ഒരു 5-8 പേര് ഇപ്പോൾ 2-3 വർഷമായിട്ട് മരിച്ചവരുണ്ട്. റോഡിലെത്തുമ്പോൾ 2-3 പ്രാവശ്യം 350 മീറ്ററിനിടയിൽ 4 എടുത്ത് വെക്കേണ്ടി വരുന്നു. പൊന്തിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. പൊതുമരാമത്ത് റോഡിൽ നിന്നും കോളനിയുടെ അതിർത്തിയിലൂടെ പഴയ കൂപ്പ് റോഡുണ്ട്. ഇത് ഗതാഗത യോഗ്യമാക്കിയാൽ കോളനിക്കാർക്ക് ഉപയോഗിക്കാനാകും. ഇതിന് വനംവകുപ്പിന് അനുമതി വേണം. കുഴൽക്കിണർ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വെള്ളമെടുക്കാനാകുന്നില്ല. ശ്മശാനമില്ലാത്തതിനാൽ മരണപ്പെടുന്നവരെ ഇപ്പോൾ സംസ്കരിക്കുന്നത് വനത്തിലാണ്. ജനപ്രതിനിധികളുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും കാരുണ്യം പ്രതീക്ഷിക്കുകയാണ് കോളനി നിവാസികൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇന്ന് ലോക ഭക്ഷ്യദിനം. വിശപ്പും ദാരിദ്ര്യവും ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്നത് മനുഷ്യാവകാശമാണെന്നും അത് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തണമെന്നും ലോക ഭക്ഷ്യദിനം ഓർമ്മിപ്പിക്കുന്നു. വിശപ്പ് വാഴുന്നിടത്ത് സമാധാനം നിലനിൽക്കുകയില്ല. വിശക്കുന്നവനു മുന്നിൽ യുക്തിയും മതവും പ്രാർത്ഥനയും വിലപ്പോവുകയില്ലെന്നത് പ്രശസ്ത റോമൻ ചിന്തകനായ സെനേക്കയുടെ വാക്കുകളാണ്. ആഹാരത്തിനുള്ള അവകാശം ഓരോ മനുഷ്യന്റെയും ജന്മസിദ്ധമായ അവകാശമാണെന്നത് ലോക ഭക്ഷ്യദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 1945 രൂപീകൃതമായ ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയാണ് ഒക്ടോബർ 16 ഭക്ഷ്യദിനമായി ആചരിക്കുന്നത്. ദാരിദ്ര്യത്തിനും വിശപ്പിനും കാരണമായ ഒട്ടേറെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പരിഹാരം കണ്ടെത്താനുമുള്ള ബോധവത്കരണമാണ് ഈ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റവും അവയുടെ ദൗർലഭ്യവുമാണ് ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പട്ടിണി നിർമ്മാർജ്ജനവും ഭക്ഷ്യസുരക്ഷയും തന്നെയാണ്
മറ്റെന്ത് വികസന ലക്ഷ്യങ്ങളെക്കാളും എക്കാലത്തെയും മനുഷ്യന്റെ സ്വപ്നം. ഭക്ഷ്യസുരക്ഷയ്ക്കും കാർഷിക വിളകളുടെ സംരക്ഷണത്തിനുമായി ദശകോടികളാണ് ഓരോ വർഷവും ചിലവഴിക്കുന്നത്. ഇവ ഉദ്ദേശിച്ച രീതിയിൽ ഫലം കാണുന്നില്ല എന്നതിന്റെ തെളിവാണ് ലോകത്ത് ഇപ്പോഴും നടക്കുന്ന പട്ടിണി മരണങ്ങൾ. കാർഷിക മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തളർച്ചയും വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയുമാണ് ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണം. ഇവ പരിഹരിക്കാനുള്ള നടപടികളാകട്ടെ വേണ്ട വിധത്തിൽ ഫലം കാണുന്നില്ല. സമ്പന്നൻ വീണ്ടും സമ്പന്നനാകുന്നു, ദരിദ്രൻ വീണ്ടും ദരിദ്രനായിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ വിശക്കുന്ന ആളുകളുടെ 70% ആളുകളും താമസിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ്. അവിടെ കൃഷിയാണ് വിശപ്പടക്കാനുള്ള മാർഗവും ജീവിക്കാനുള്ള മാർഗവും. ലോകത്തെങ്ങും കാർഷിക മേഖലയ്ക്കുള്ള വിദേശ നിക്ഷേപം 20 കൊല്ലമായി കുറഞ്ഞു വരികയാണെന്നതും ശ്രദ്ധേയമായ വസ്തുതയാണ്. ന്യൂസ് ഡെസ്ക്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കാൻ വൈകുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. ഒരു കേസ് നിലവിലുള്ളതാണ് തടസ്സം. അത് പരിഹരിച്ച് ഉടൻ സ്കൂൾ ഏറ്റെടുക്കും. കേരളത്തിൽ ഇനി സ്വാശ്രയ മേഖലയിൽ പുതിയ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടാവില്ലെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. മലാപ്പറമ്പ് സ്കൂള് ഏറ്റെടുക്കുവാനുള്ള എല്ലാ തരത്തിലുള്ള നടപടികളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം, ഒരു കേസ് നിലവിലുണ്ട് എന്നുള്ള ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് അത് ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ല. പക്ഷേ അതിൻ്റെ സാങ്കേതിക നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ പറയുന്ന സാങ്കേതിക തടസ്സം മാറിക്കഴിയുമ്പോൾ ആ സ്കൂൾ ഏറ്റെടുക്കാനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകും. കേരളത്തിൽ ഇനി സ്വാശ്രയ മേഖലയിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇല്ല എന്ന് സർക്കാർ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോണമസ് കോളേജ് അത് കേരളത്തിന്റെ മണ്ണിൽ ഇനി ഇല്ല എന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. തീവ്രവാദ കേസുകളിൽ അന്വേഷണ ഏജൻസികൾക്ക് അമിതാവേശമെന്ന് മുസ്ലിം ലീഗ്. അന്വേഷണ ഏജൻസികളെ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ അനുവദിക്കില്ല. ഇത് സംബന്ധിച്ച ആശങ്കകൾ മുഖ്യമന്ത്രിയെ കണ്ട് ധരിപ്പിക്കുമെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. തീവ്രവാദത്തിന് കാരണം മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന മതസംഘടനകളിലൊക്കെയാണ്, അവരുടെ പുസ്തകങ്ങളാണ്, അവരുടെ പഠനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരു അമിതാവേശം കാണിക്കലാണ്. ഇത് സംബന്ധിച്ച് കേരള പോലീസ് എടുക്കേണ്ട നിലപാടിനെ സംബന്ധിച്ച് ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്യും. തീവ്രവാദം ഉപയോഗിച്ച് ആടിനെ പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ടോ എന്നുള്ളതും വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. സംഘപരിവാർ ഇങ്ങനെ ഓരോരോ അജണ്ട വെക്കും, അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിയായി വന്ന് അതിലൊക്കെ ഒരു നീക്കങ്ങൾ നടക്കുന്നത് വളരെ ആശങ്കയോടുകൂടിയാണ് ഞങ്ങൾ കാണുന്നത്. പെട്രോൾ ഡീസൽ വില കൂട്ടി. പെട്രോൾ ലിറ്റർ 1.34 പൈസയും ഡീസൽ ലിറ്ററിന് 2 രൂപ 37 പൈസയും കൂട്ടി. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കൂടിയതിനെ തുടർന്നാണ് നടപടി. പുതുക്കിയ നിരക്ക് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വന്നു. തിരികെ വാർത്തകളിലേക്ക്. 46ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പാലക്കാട് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. ഫിലിം സൊസൈറ്റി സംസ്കാരം തിരിച്ചുകൊണ്ടുവരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സിനിമാ രംഗത്തെ പ്രമുഖർ അണിനിരുന്ന കലാവിരുന്നും അവാർഡ് വിതരണത്തോട് അനുബന്ധിച്ച് നടന്നു. പാലക്കാടൻ കലകളുടെ അവതരണത്തോടെയായിരുന്നു 46ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങ് ആരംഭിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വർണ്ണക്കാഴ്ചകളിൽ അഭിരമിക്കുന്ന പ്രവണത സിനിമകളിൽ ഏറി വരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യത്തെ സിനിമ കൈവിടരുതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. മണ്ണിന്റെ മണവും അതിൽ പണിയെടുക്കുന്ന മനുഷ്യന്റെ പച്ചയായ ജീവിതവും ആ ജീവിതത്തിലെ പൊള്ളിക്കുന്ന ദുരന്ത യാഥാർത്ഥ്യങ്ങളുമൊക്കെ സിനിമയുടെ പരിഗണനാ വിഷയങ്ങൾക്ക് പുറത്താവുന്നുണ്ടോ എന്നതാണ് ആ ഉത്കണ്ഠ. പൊള്ളിക്കുന്ന ജീവിത സത്യങ്ങളെ വിട്ട് ചില വർണ്ണക്കാഴ്ചകളിൽ അഭിരമിക്കുന്ന പ്രവണത ഒട്ടേറെ ഉയർന്നു വരുന്നുണ്ട്. ഇക്കാര്യം ചലച്ചിത്ര പ്രവർത്തകർ ചിന്തിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ KG ജോർജിന് നൽകി മുഖ്യമന്ത്രി അവാർഡ് വിതരണ ചടങ്ങിന് തുടക്കമിട്ടു. മലയാള സിനിമാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. മധു, ഷീല, ശാരദ, ശ്രീകുമാരൻ തമ്പി, MK അർജുനൻ എന്നിവർ ആദരമേറ്റുവാങ്ങി. ഗോൾഡൻ റീൽ പുരസ്കാരം നേടിയ റസൂൽ പൂക്കുട്ടിയെയും ചടങ്ങിൽ ആദരിച്ചു. മികച്ച നടനുള്ള പുരസ്കാരം ദുൽഖർ സൽമാനും നടിക്കുള്ള പുരസ്കാരം പാർവതിയും മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. വിവിധ വിഭാഗങ്ങളിലായി 48 അവാർഡുകൾ വിതരണം ചെയ്തു. സാംസ്കാരിക മന്ത്രി AK ബാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ
സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ, കടന്നപ്പള്ളി രാമേന്ദ്രൻ, മറ്റ് ജനപ്രതിനിധികൾ, സിനിമാ രംഗത്തെ പ്രമുഖർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സൂര്യമേളയിൽ വ്യത്യസ്തമായ ദൃശ്യാനുഭവമായി പെൺനടൻ എന്ന ഏകാംഗ നാടകം. അരങ്ങിൽ സ്ത്രീയായി മാത്രം അഭിനയിക്കേണ്ടി വന്ന നടന്റെ ആത്മസംഘർഷങ്ങളാണ് നാടകത്തിൽ ആവിഷ്കരിക്കുന്നത്. സിനിമാ നടൻ കൂടിയായ സന്തോഷ് കീഴാറ്റൂരാണ് പെൺനടൻ സംവിധാനം ചെയ്തതും വേഷമിട്ടതും. നാടകരംഗത്തേക്ക് നടിമാരെത്താത്ത കാലഘട്ടത്തിൽ പെൺവേഷങ്ങളിൽ മാത്രം അഭിനയിക്കാൻ വിധിക്കപ്പെട്ട പാപ്പുക്കുട്ടിയാശാൻ എന്ന കലാകാരന്റെ ജീവിതമാണ് പെൺനടൻ എന്ന ഏകാംഗ നാടകത്തിലൂടെ അരങ്ങിലെത്തുന്നത്. കുമാരനാശാന്റെ വിഖ്യാത കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി സീതയായും വാസവദത്തയായും ലീലയായും സാവിത്രിയായുമെല്ലാം പാപ്പുക്കുട്ടിയാശാൻ വേഷപ്പകർച്ച നടത്തുന്നു. ആണാണോ പെണ്ണാണോ കാണിച്ചു തരണോ? നോക്കിക്കോ, നല്ലതാണോ? നല്ല ഒന്നാം തരമാണ്. വർഷങ്ങളോളം നാടകവേദികളിൽ നിറഞ്ഞുനിന്ന പെൺവേഷത്തിനുള്ളിലെ ആൺശരീരം ഒടുവിൽ അരങ്ങൊഴിയുകയാണ്. നാടകങ്ങളിൽ അഭിനയിക്കാൻ സ്ത്രീകളെത്തിയപ്പോൾ വേഷങ്ങളിലൂടെ മാത്രം സ്ത്രീയായവൻ മാറ്റി നിർത്തപ്പെട്ടു. തന്റെ ഉള്ളിലെ പുരുഷനെ തിരിച്ചറിയാതെ ഭാര്യയടക്കം എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുമ്പോൾ ആ നടന്റെ ജീവിതം ആത്മസംഘർഷങ്ങളുടെ പകർന്നാട്ടമാകുന്നു. അപ്പോ ഞാൻ ആരായിട്ടാ ജീവിക്കേണ്ടത്? നാടക സിനിമാ നടനായ സന്തോഷ് കീഴാറ്റൂരാണ് പെൺനടൻ എന്ന നാടകം സംവിധാനം ചെയ്ത് അഭിനയിച്ചത്. നാടകങ്ങളിൽ പെൺവേഷം ചെയ്തിരുന്ന അതുല്യ നടൻ ഓച്ചിറ വേലുക്കുട്ടിയുടെ ആത്മകഥാംശമുണ്ട് ഈ നാടകത്തിന്. സൂര്യമേളയുടെ നാടകവേദിയിൽ പെൺനടൻ വ്യത്യസ്തമായ ദൃശ്യാനുഭവമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കുറ്റാന്വേഷണത്തിൽ രാഷ്ട്രീയമോ ഭരണപരമായോ ഉള്ള ഇടപെടലുകൾ ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സേനയിൽ യാതൊരു വഴിവിട്ട നീക്കങ്ങളും അനുവദിക്കില്ല. പോലീസ് സേനയിലെ പരിശീലനക്രമം പരിഷ്കരിക്കും. സേനയിലെ വനിതാ പ്രാതിനിധ്യം 10% ഉയർത്താൻ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി മങ്ങാട്ടുപറമ്പിൽ പോലീസ് പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കവേ പറഞ്ഞു. ജോഷില നൽകും വിവരങ്ങൾ. ജോഷില, സർക്കാരിന്റെ പോലീസ് നയം സംബന്ധിച്ച വ്യക്തമായ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം വിശദമാക്കിയത്? തീർച്ചയായും മനു, ഇത്തവണ പോലീസ് സേനയിൽ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നേടി ഉന്നത വിദ്യാഭ്യാസ നിലവാരമുള്ള ആളുകളാണ് പോലീസ് സേനയിൽ നിന്നും പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പഴയ അതേ രീതിയിലുള്ള പരിശീലനം നൽകിയാൽ പോരാ, പരിശീലനക്രമം അടക്കം പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. കാലാനുസൃതമായ മാറ്റം പരിശീലനക്രമം ഉണ്ടായിരിക്കണം. പരിഷ്കരിച്ച പരിശീലനക്രമം നടപ്പിലാക്കണം എന്നും മുഖ്യമന്ത്രി ഇന്ന് പറയുകയുണ്ടായി. എന്നാൽ അതേസമയം തന്നെ പോലീസ് സേനയിലെ ദുരനുഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ലെന്ന നിർബന്ധമുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കുറ്റാന്വേഷണങ്ങളിൽ യാതൊരുവിധ ഇടപെടലുകളും ഇത് ഉണ്ടായിട്ടില്ല. ഭരണപരമോ രാഷ്ട്രീയപരമോ ആയ യാതൊരു സമ്മർദ്ദവും ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി ഇന്ന് പാസിംഗ് ഔട്ട് പരേഡിൽ പറയുകയുണ്ടായി. എന്നാൽ പോലീസ് സേനയിലെ വഴിവിട്ട നീക്കങ്ങൾ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഏത് സ്വാതന്ത്ര്യവും സേനയുടെ അച്ചടക്കത്തിന്റെ പരിമിതികൾക്കുള്ളിലേ ആകാവൂ. അതല്ലെങ്കിൽ സേനയല്ലാതാവും, വെറും ആൾക്കൂട്ടമായി മാറും. ഉത്തരവാദിത്തമുള്ള സർക്കാരിന് അത് അനുവദിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. സൈബർ ക്രൈം കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ അതിനനുസരിച്ച മാറ്റം പോലീസ് സേനയിലും ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പോലീസ് സേനയുടെ വലിപ്പം കൂട്ടേണ്ടതുണ്ട്, വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. 6% വനിതകൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. ഇത് 10% ഉയർത്താൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കൃത്യനിർവഹണത്തിനിടയിൽ ബുദ്ധിമുട്ടുന്ന പോലീസ് അംഗങ്ങൾക്കുള്ള എല്ലാ സർക്കാരിൽ നിന്നും എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കുമെന്നും സർക്കാർ അനുകമ്പ ഇവരോട് കാണിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. നിരവധി ക്ഷേമ പദ്ധതികളും കർത്തവ്യ നിർവഹണത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കാൻ അതുകൊണ്ട് തന്നെ ഇവർ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ശരി, ജോഷിയാണ് വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചു. കാശ്മീരിലെ നൌഷേര സെക്ടറിൽ 4 ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിയുതിർത്തു. എം സന്തോഷ് ദില്ലിയിൽ നൽകും വിവരങ്ങൾ. സന്തോഷ്, കാശ്മീർ അതിർത്തി വീണ്ടും അശാന്തമായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ചും ഈ നൌഷേര സെക്ടറിൽ വെടിനിർത്തൽ ലംഘിക്കുന്നത് ഇപ്പോൾ പതിവായി മാറിയിരിക്കുകയാണ്. ഇന്ന് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രകോപനം എന്താണ്? മനു, ഇന്ന് പുലർച്ചെയാണ് നൌഷാര സെക്ടറിലെ 4 ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ പ്രകോപനം ഒന്നുമില്ലാതെ വെടിയുതിർത്തത്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു പ്രകോപനം. ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം സെപ്റ്റംബർ 29 സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം 1 ഡസനിലധികം തവണയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വെടിനിർത്തൽ കരാർ ഉണ്ടായിരിക്കുന്നത്. സെപ്റ്റംബർ 6 പാകിസ്ഥാൻ സൈന്യം പൂഞ്ച് സെക്ടറിലെ ഇന്ത്യയുടെ സൈനിക ക്യാമ്പുകൾ
പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തിരുന്നു. പിന്നീട് സെപ്റ്റംബർ 30-നും ഇതേ തരത്തിലുള്ള വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായി. ഒക്ടോബർ 1-ന് വീണ്ടും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഇത്തരത്തിൽ തുടർച്ചയായി ഇപ്പോൾ വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും പ്രകോപനപരമായ നടപടികൾ പാക് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഇന്ന് പുലർച്ചെ നടന്ന പാകിസ്ഥാന്റെ വെടിവെപ്പിൽ, ഇന്ത്യൻ ക്യാമ്പുകളിലേക്ക് നടന്ന വെടിവെപ്പിൽ സൈനികർക്ക് ഒന്നും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നാണ് സൈന്യം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വെടിവെപ്പ് ഉണ്ടായ സമയത്ത് തന്നെ അതേ നാണയത്തിൽ തന്നെ ഇന്ത്യ തിരിച്ചടിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. ശരി, എം സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നമുക്ക് ജാതിയില്ല വിളംബരത്തിലൂടെ ശ്രീനാരായണ ഗുരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയായിരുന്നുവെന്ന് ജലവിഭവ മന്ത്രി മാത്യു ടി തോമസ് പറഞ്ഞു. പത്തനംതിട്ടയിൽ വിളംബര ശതാബ്ദി ആഘോഷങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നവോത്ഥാന മുന്നേറ്റത്തിലൂടെ കേരളം വലിച്ചെറിഞ്ഞ ദോഷശക്തികൾ തിരിച്ചുവരുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വീണ ജോർജ് MLA പറഞ്ഞു. ശിവഗിരി മഠത്തിലെ സ്വാമി ഗുരുപ്രസാദ് വിളംബര പ്രഭാഷണം നടത്തി. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള പ്രമുഖർ പങ്കെടുത്തു. നാരായണ ഗുരുവിന്റെ തത്വങ്ങൾ കച്ചവട താൽപ്പര്യങ്ങൾക്ക് പലരും ഉപയോഗിക്കുകയാണെന്ന് ചരിത്രകാരൻ ഡോക്ടർ രാജൻ ഗുരുക്കൾ അഭിപ്രായപ്പെട്ടു. മുംബൈയിൽ മലയാളം ഭാഷാ പ്രചാരണ സംഘം സംഘടിപ്പിച്ച നമുക്ക് ജാതിയില്ല വിളംബരം ശതാബ്ദി ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്യശരീരങ്ങളെ ഉപകരണങ്ങളെന്ന വണ്ണം കൈയാളുവാൻ ഭൂവുടമകൾക്ക് സാധിച്ചത് ജാതി വ്യവസ്ഥയിലൂടെയായിരുന്നുവെന്നും അടിമകളായ മനുഷ്യശരീരങ്ങളെ സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയ്ക്കാണ് ഗുരു തുടക്കം കുറിച്ചതെന്നും ഡോക്ടർ രാജൻ ഗുരുക്കൾ പറഞ്ഞു. അറിവിന്റെ ജനാധിപത്യവൽക്കരണം കൂടി, അറിവിനെ തന്നെ സാമൂഹ്യവൽക്കരിക്കാൻ ശ്രമം, അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീനാരായണ ഗുരു അധ്യാപനം വളരെ പ്രധാനമായിട്ട് സ്വീകരിക്കുന്നതും അധ്യാപനത്തിന് വേണ്ടി തന്നെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. വാശി കേരള ഹൗസിൽ സംഘടിപ്പിച്ച വിളംബര ശതാബ്ദി ആഘോഷത്തിൽ മലയാള ഭാഷാ പ്രചരണ സംഘം പ്രസിഡന്റ് ബിന്ദു ജയൻ അധ്യക്ഷയായിരുന്നു. ജനറൽ സെക്രട്ടറി RD ഹരികുമാർ, ട്രഷറർ K പവിത്രൻ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു.